പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിൽ പലരും ചോദിച്ചിരുന്ന ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വീഡിയോ എവിടെയാണ് സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ലക്ഷക്കണക്കിന് ആളുകൾ ഉൾക്കൊള്ളുന്ന ആ മഹാനഗരി, അതിൻ്റെ ദൃശ്യങ്ങളെന്ത്, സ്റ്റേജ് എവിടെ, ഒരുക്കങ്ങളെന്ത് എന്നത് പലരും ചോദിക്കുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ തയ്യാറാക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന വിശാലമായ ഈ ഒരു ഇടമാണ് നമ്മുടെ മഹാസമ്മേളനത്തിന് ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന ഈ ഒരു ഇടം. ഇതിൻ്റെ നീളം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ദേശീയപാതയാണ്. ദേശീയപാത 66 കടന്നു പോകുന്നതിൻ്റെ റോഡിനോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത്. ഇത് മംഗലാപുരം കാസർഗോഡ് റൂട്ടാണ്. ഈ റോഡിൽ നിന്ന്, ഞാൻ നിൽക്കുന്ന ഇടത്ത് നിന്ന് നേരെ നമ്മൾ ഇറങ്ങുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിലാണ്. നമ്മൾ വരുമ്പോൾ ആദ്യം ഞാൻ നിൽക്കുന്ന ഈ ഇടത്ത് ഷംസുൽ ഉലമയുടെ ഒരു സ്മാരക കവാടം ഉയരും. ഇവിടെ നിന്ന് എനിക്ക് തൊട്ട് മുൻപിൽ കാണുന്നത് കുനിയ കോളേജ് നമുക്ക് കാണാം. കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ മുറ്റത്ത് വെച്ചാണ് അതിൻ്റെ സ്റ്റേജ് ഉയരുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഇടത്ത് നിന്ന് ആ സ്റ്റേജ് വരെ ഏകദേശം 650 മീറ്ററിലധികം ദൂരം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൻ്റെ വീതി എത്രയായിരിക്കുമെന്ന്. നീളത്തേക്കാൾ വീതി ഇതിന് കൂടുതലുണ്ട്, അഥവാ ഇതിന് ഇരട്ടി, നീളത്തിൻ്റെ നേരെ ഇരട്ടി, അഥവാ 1 കിലോമീറ്ററിനടുത്തോളം തന്നെ ഇതിൻ്റെ വീതി പരന്ന് നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ റോഡിലെ കാഴ്ചകൾ ഒന്ന് കാണിക്കേണ്ടത്, കാരണം ഇവിടെയും ചില അപ്ഡേഷനുകൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഞങ്ങൾ സുപ്രഭാതം ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയോളം ഇവിടെ ക്യാമ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന ദിവസങ്ങളിലൊന്നും ഈ നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് ഈ സമ്മേളന നഗരിയോട് ചേർന്നുകൊണ്ടുള്ള ഈ കൈവരികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൈവരികളൊന്നും തയ്യാറാക്കിയതായിരുന്നില്ല. അത് വളരെ ദ്രുതഗതിയിൽ ഉദ്യോഗസ്ഥരൊക്കെ സന്ദർശിച്ച ശേഷം സമ്മേളനത്തിൻ്റെ സുരക്ഷയും അതിൻ്റെ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കി. അതോടൊപ്പം റോഡിൻ്റെ സൈഡിലൊക്കെ ചില കുഴിയും കുണ്ടും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ദ്രുതഗതിയിൽ NHAIയുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ തൊഴിലാളികളും വന്ന് അത് നേരെയാക്കുന്നു. ഇവിടെ നമ്മൾ ഈ സമ്മേളന നഗരിയുടെ മുൻപിൽ ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളിലെല്ലാം സമ്മേളനത്തിൻ്റെ പ്രചാരണ ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ സമ്മേളനത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ നാടും ഈ കാസർഗോട്ടെ വിവിധ മഹല്ല് കമ്മിറ്റികളുമെല്ലാം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു സമ്മേളന നഗരിയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിനെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം, എന്താണ് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ വിശാലത എന്ന് ചോദിക്കുമ്പോൾ ഒറ്റവാക്കിൽ ലളിതമായിട്ട് എനിക്ക് വിവരിക്കാൻ കഴിയുന്ന ഒരു ഉത്തരം, നമ്മുടെ കോഴിക്കോട് ബീച്ച്, അവിടെ നിരവധി സമസ്തയുടെ സമ്മേളനങ്ങൾ നടന്ന ഇടമാണ്. നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ നടന്ന ഒരിടം. ആ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു 10-15 ഇരട്ടി വലിപ്പം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അതാണ് കുനിയയിലെ 100ാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന ഈ ഒരു ഗ്രൗണ്ട് എന്ന് വളരെ ചുരുക്കി എനിക്ക് പറയാൻ കഴിയും. ഇതിലൊരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർ ഇവിടെ വന്ന് ഈ ഗ്രൗണ്ട് കാണുക മാത്രമാണ് അതിൻ്റെ മറുപടി എന്നാണ് പറയാനുള്ളത്. അവിടേക്കുള്ള സ്റ്റേജും ഒരുക്കങ്ങളും സംബന്ധിച്ച സാധന സാമഗ്രികളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിനെ ചുറ്റും നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിൽ നിരവധിയായ ലൈറ്റ് ടവറുകൾ ഉയർന്നു കഴിഞ്ഞു. ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് കച്ചവട സ്റ്റോളുകൾ ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ ഈ ഗ്രൗണ്ടിൻ്റെ 4 ഭാഗങ്ങളിലും ഇതൊരു ചുറ്റും ഇങ്ങനെ പരന്നു കിടക്കുന്നതായതുകൊണ്ട് തന്നെ എവിടെയും എല്ലാവർക്കും കാഴ്ചകൾ ദൃശ്യമാണ്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ബാത്റൂം സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്റ്റോൾ സൗകര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്താണ് എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ 2 ഭാഗങ്ങൾ, അഥവാ നീളത്തിലല്ല വീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അങ്ങ് ദൂരെ നമുക്ക് ഒരു പക്ഷേ ലെൻസിന് കാണാൻ കഴിയുമോ എന്നറിയില്ല, അത്രമേൽ ഒരു ചുവന്ന അടയാളമുണ്ട്. അവിടെ ഒരു പന്തൽ കെട്ടിയ ഒരു കാഴ്ച കാണാം. അങ്ങ് വരെ ഒരു ഭാഗവും, അതോടൊപ്പം തന്നെ ഈ ഭാഗത്തും അതുപോലെ തന്നെ നമുക്ക് എത്താൻ കഴിയും. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സ്റ്റേജും ഈ ഒരു ഗ്രൗണ്ടും ഇത് 2 തട്ടുകളായിട്ട് കിടക്കുന്ന ഭൂമിയാണ്.
ഒന്ന് കുനിയ കോളേജ് നിൽക്കുന്നത് ഒരു തട്ടും അതിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ടും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് നല്ല സുഖകരമായ ദൃശ്യം ലഭ്യമാകുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ സ്റ്റേജ് നിൽക്കുന്ന ഇടം തന്നെ ഒരു സ്റ്റേജ് പോലെ ഉയർന്നു നിൽക്കുന്ന മണ്ണ് കൊണ്ട് ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ ഉള്ള ഒരു സ്ഥലമാണ്. അതിന് മുകളിൽ സ്റ്റേജ് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും സ്റ്റേജിലുള്ള കാഴ്ചകൾ ദൃശ്യമാകും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നൊന്ന്, ഇത്രയും ദൂരത്ത് സ്റ്റേജിലേക്ക് നടക്കുന്ന കാഴ്ചകൾക്ക് പരിമിതി ഉണ്ടാകും. കാരണം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത്ര കാഴ്ചകൾ ദൃശ്യമായിക്കൊള്ളില്ല. പക്ഷേ എല്ലാ ഇടങ്ങളിലും LED വാളുകൾ സംവിധാനിച്ചുകൊണ്ടുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതാണ് ഈ ഗ്രൗണ്ട് സംബന്ധിച്ച് നമ്മൾ കാണുന്നതും പറയുന്നതുമായിട്ടുള്ള കാഴ്ചകൾ. എന്ന് വെച്ചാൽ ഇതൊരു U ആകൃതിയിൽ ഉള്ള ഒരു വലിയ ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. നേരെ മാത്രമല്ല, രണ്ട് വശങ്ങളിൽ നിന്നും സ്റ്റേജിലേക്ക് ദൃശ്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംവിധാനിച്ചിരിക്കുന്നതെന്ന് പറയാം. നമുക്കിനി സ്റ്റേജ് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സമാപന സമ്മേളനത്തിൻ്റെ സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്റ്റേജ് വലിയ ഒരു കൗതുകമായിരിക്കും. ഈ ഒരു സ്റ്റേജിൻ്റെ ഒരു ലേഔട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണിക്കാൻ കഴിയും. ഈ ഒരു വേദിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏകദേശം 64 മീറ്റർ ദൂരമാണ് ഈ ഒരു വേദിയിലുണ്ടാവുക. അഥവാ ഒരു റോയിൽ, ഒന്നാമത്തെ റോയിൽ തന്നെ ഏകദേശം 84 അഥവാ 80 പേർക്കെങ്കിലും ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു സ്റ്റേജിൻ്റെ നീളമുള്ളത്. ഇത് 7 ലെയറുകളായിട്ടാണ്, തട്ടുകളായിട്ടാണ്. അങ്ങനെ ഓരോ റോയിലും 2 വീതം അഥവാ 160 പേര് അല്ലെങ്കിൽ 160 പേരെ ഒരു തട്ടിൽ തന്നെ ഇരുത്താൻ കഴിയും. അങ്ങനെ 7 തട്ടുകളായിട്ടാണ് ഈ ഒരു സ്റ്റേജ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു വേദിയുടെ ബാക്ക്ഡ്രോപ്പ് ഇതൊരു പായ്ക്കപ്പലിൻ്റെ തരത്തിലുള്ള ഒരു രീതിയായിരിക്കും വരിക. നമ്മൾ കപ്പൽ, നൗക, അതാണ് നമ്മുടെ ഈ ഒരു സിംബോളിക്കായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പായ്ക്കപ്പലിൽ നമ്മുടെ നേതാക്കൾ, നമ്മുടെ തെളിയിച്ച് വന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ തെളിയിച്ച് വന്ന പായ്ക്കപ്പലേറി ഇസ്ലാം കേരളത്തിലേക്ക് വന്ന അതിൻ്റെ പ്രതീകത്തെ ബാക്ക്ഡ്രോപ്പിൽ ആലേഖനം ചെയ്യാൻ കഴിയും. 40 അടി ഉയരത്തിലായിരിക്കും ഈ ഒരു പായ്ക്കപ്പലും ഇതിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടാവുക എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ തരത്തിലാണ് നമ്മുടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ സംവിധാനിക്കുന്നത്. അതിൻ്റെ അവസാന മിനുക്കുപണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1-2 ദിവസത്തിനകം തന്നെ പ്രോജ്വലമായ ഈ ഒരു വേദി ഇവിടെ സംവിധാനിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വേദിക്ക് തൊട്ടു താഴെ, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ വേദിയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉൾക്കൊള്ളുന്നൊരു വേദിയായിരിക്കും ഈ വേദി എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഗ്രൗണ്ട് 2 ലെയറുകളായിട്ടാണ് ഈ ഗ്രൗണ്ട് നിൽക്കുന്നത്. ഈ സ്റ്റേജിന് തൊട്ടു താഴെ VIP ഏരിയയാണ്. അവിടെയും ഏകദേശം 1000-ഓളം ആളുകൾ ഉൾക്കൊള്ളുന്ന വിശാലമായൊരു സ്ഥലം. അതിനുശേഷമുള്ള 2ാമത്തെ നിരയിലായിരിക്കും സമാപന സമ്മേളനത്തിന് ആളുകൾ എത്തിച്ചേരുക. നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഈ ദേശീയപാത കടന്നു പോകുന്ന ഇടത്തിൻ്റെ അപ്പുറത്തേക്കും ഏകദേശം 4-5 ഏക്കർ സ്ഥലം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. നിസ്സംശയം പറയാം, ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു ഗ്രൗണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം എക്സ്പോയാണ്. എക്സ്പോയുടെ അവസാനവട്ട മിനുക്കുപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകങ്ങളിലെല്ലാം കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് അവസാനത്തെ ഒരു ഫിനിഷിംഗ് വർക്കിൻ്റെ ഒരു കാര്യം മാത്രം. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം. ഇത് ഏകദേശം 1-2 മണിക്കൂർ കൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ രൂപം തന്നെ മാറും. നമ്മുടെ കാഴ്ചകൾ എല്ലാം മാറും. അതിനകത്ത് എല്ലാം സംവിധാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മളത് കാണിക്കുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് എക്സ്പോ നടക്കുന്ന അല്ലെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് എക്സ്പോയിലെ കാഴ്ചകൾ വളരെ വിപുലമായിട്ട് തന്നെ കാണാം. ജനുവരി 31 ഫെബ്രുവരി 1 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പോ തുറന്നു കൊടുക്കുക. അന്ന് പുരുഷന്മാർക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്ത ആളുകൾ അല്ലാത്തവർക്കൊക്കെ ഇവിടെ നേരിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ സൗകര്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 2-ാം തീയതി മുതൽ 8-ാം തീയതി സമാപന സമ്മേളനം നടക്കുന്ന ദിവസം വരെ പുരുഷന്മാർക്കും എക്സ്പോ
സൗകര്യപ്പെടുത്തുന്നുണ്ട്. ആ എക്സ്പോ ഇവിടെ സന്ദർശിക്കാൻ കഴിയുന്നതാണ്. വിജ്ഞാനവും അതോടൊപ്പം തന്നെ അറിവും എല്ലാം നുകരാൻ കഴിയുന്ന തരത്തിലാണ് ഈ എക്സ്പോ ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. ആ കാഴ്ചകൾ നമുക്ക് കാണാം. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ സുപ്രഭാതം ഓൺലൈനിൽ ഈ എക്സ്പോയിലെ കാഴ്ചകൾ സംബന്ധിച്ച തത്സമയ സംപ്രേഷണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ച തത്സമയ സംപ്രേഷണം നമ്മൾ ചെയ്യുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ സുപ്രഭാതം ഓൺലൈൻ പിന്തുടരാനും ശ്രമിക്കാം. നമ്മളിനി സമ്മേളന ക്യാമ്പ് സൈറ്റിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സമ്മേളനത്തിൻ്റെ പ്രതിനിധി ക്യാമ്പ് നടക്കുന്ന ഗ്രൗണ്ടിനടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് പിറകിൽ ഒരു വലിയ കമാനം നമുക്ക് കാണാൻ സാധിക്കും. മുഗൾ ആകൃതിയിലുള്ള മുഗള രാജഭരണകാലത്തെ അവരുടെ ഒരു സ്റ്റൈൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഒരു സ്റ്റൈലിലുള്ള ഗേറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു വലിയ കമാനം, ഒരു വലിയ എൻട്രൻസ്, അതോടൊപ്പം തന്നെ 2 കിളിവാതിൽ പോലെയുള്ള ചെറിയ എൻട്രൻസ്, അതിന് മുകളിൽ മിനാരങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ക്യാമ്പ് സൈറ്റിലേക്ക് വരുന്ന പ്രതിനിധികളെ സ്വാഗതം ചെയ്യുന്ന ഒരു ഗേറ്റാണിത്. ഇതിന് ഏകദേശം 40 അടി ഉയരമാണ് ഉള്ളത്. അതിൻ്റെ മിനാരങ്ങൾ ഉൾപ്പെടെ അത് 45-50 അടി ഉയരത്തിലേക്ക് നിൽക്കും. അതിൻ്റെ ചന്ദ്രക്കലയിലേക്ക് വരുമ്പോൾ ഏകദേശം 48ഓളം അടി ഉയരത്തിലാണ് ഈ ഒരു സ്തൂപം നിൽക്കുന്നത്. ഇത് കടന്നുകൊണ്ടാണ് പ്രതിനിധികൾ വരേണ്ടത്. ഇവിടെ വരുന്നു, ഇവിടെ വാഹനത്തിൽ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഈ ഗേറ്റ് കടന്ന് താഴേക്ക് നമ്മൾ പോകണം. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഗേറ്റ് കൂടിയുണ്ട്. ആ രണ്ടാമത് ഗേറ്റ് കഴിഞ്ഞാണ് നമ്മൾ നേരെ രജിസ്ട്രേഷൻ കൗണ്ടറുകളിലേക്ക് എത്തുന്നത്. അതും കഴിഞ്ഞ് അവിടെ മറ്റൊരു റൗണ്ട് എബൌട്ട് ഉണ്ട്. ആ റൗണ്ട് എബൌട്ടും കടന്നുകൊണ്ടാണ് നമ്മൾ സമ്മേളന ക്യാമ്പിലേക്ക് പ്രതിനിധികൾ എത്തേണ്ടത്. അങ്ങനെയാണ് ക്യാമ്പ് സജ്ജീകരിക്കുന്നത്. ഇനി നമ്മൾ ക്യാമ്പിലെ കാഴ്ച കാണാം. ഞാനിപ്പോഴുള്ളത് ക്യാമ്പ് നടക്കുന്ന ക്യാമ്പ് സൈറ്റിലായിരുന്നു. നമ്മൾ ആദ്യത്തെ ഒരു അപ്ഡേഷൻ ഇവിടെ നിന്ന് നൽകിയിരുന്നു. ആ അപ്ഡേഷനിൽ 2 പന്തലുകളാണ് അല്ലെങ്കിൽ 2 ടെൻറ്റുകളായിരുന്നു ഇവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ 3ാമത്തെ ടെൻറ്റ് ഒരുങ്ങിയിട്ട് പോലുമില്ല. ഇന്നിതാ ഇപ്പോൾ 3ാമത്തെ ടെൻറ്റ് തയ്യാറായി. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അപ്ഡേഷൻ, ഇതിൻ്റെ ഫ്ലോറ് ബേസ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് തുടക്കം മാത്രമേ. ഇന്ന് എല്ലാ ടെൻറ്റുകളിലും ബേസുകൾ പൂർത്തിയായി. 3ാമത്തെ ടെൻറ്റിൽ അല്പം മാത്രം ബാക്കി നിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതോടൊപ്പം നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിൽ 1ാമത്തെ വീഡിയോയിൽ വന്ന സമയത്ത് ഇവിടുത്തെ ഒരു പൊടി കാറ്റിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഈ 2 ടെൻറ്റുകൾക്കിടയിൽ 4ാമതൊരു ചെറിയ ഒരു വിശ്രമ ടെൻറ്റ് കൂടിയുണ്ട്. ആ പന്തൽ, ഒരു തുണിപ്പന്തലുണ്ട്. ആ പന്തലിനിടയിലാണ് 3ാമത്തെ ടെൻറ്റ് വരേണ്ടിയിരുന്നത്. അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് അന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കുറച്ച് ആളുകളൊക്കെ എന്താണ് അവിടെ പൊടിശല്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച കുറേ കമൻറ്റുകൾ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഈ ടെൻറ്റ് ഇവിടെ ഉയർന്നു കഴിഞ്ഞതോടുകൂടി അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല എന്നത് നമ്മൾ എടുത്തു പറയണം. പിന്നീട് മറ്റൊന്നുള്ളത്, ഇവിടുത്തെ സൗണ്ട് സിസ്റ്റങ്ങളുടെ ഒരു സജ്ജീകരണങ്ങൾ ഇവിടെ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്കി നിൽക്കുന്നത് നമ്മുടെ LED വാളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ പൂർത്തീകരിച്ചു. പിന്നീട് ഈ പ്രകൃതി സൗഹൃദമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ഇവിടെ സംവിധാനിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഓരോ ക്യാമ്പിൻ്റെ ഓരോ ഭാഗങ്ങളിലും സജ്ജീകരിക്കുന്നുണ്ട്. പിന്നീടുള്ളത് ബാത്റൂം സൗകര്യങ്ങളായിരുന്നു. ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിച്ചു. അതിന് ശേഷം അതിലുള്ള വാട്ടർ കണക്ഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. ഇനി നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ നമ്മൾ 2ാമത്തെ ഗേറ്റും കടന്ന് ക്യാമ്പ് സൈറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് അവിടുത്തെ നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറുകളും അതോടൊപ്പം തന്നെ 10 ഗേറ്റുകളും അതോടൊപ്പം മറ്റ് ടെൻറ്റുകൾ, സ്റ്റോളുകൾ, വിപണന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവ അവയെല്ലാം ഇവിടെ ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഈ ക്യാമ്പ് സൈറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് അതാണ്. പിന്നെ ഈ ടെൻറ്റിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന മറ്റൊരു അപ്ഡേഷനാണ് ഈ ടെൻറ്റുകൾ ലോകത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഇടം പിടിക്കാൻ പോകുന്നു എന്നുള്ളത്. അഥവാ ഗിന്നസ് റെക്കോർഡ് വരെ പറയപ്പെടുന്ന രീതിയിൽ ആളുകൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ റെസിഡൻഷ്യലായി ആളുകൾ താമസിച്ചുകൊണ്ട് ഇത്രയധികം ആളുകൾ
ഇത്ര ദിവസങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു റെക്കോർഡ് പോലും ഒരുപക്ഷെ സമസ്തയുടെ പേരിൽ എഴുതപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ക്യാമ്പും സൈറ്റുമൊക്കെ കാണാൻ ജാതിമത ഭേദമന്യേ ഈ പരിസര പ്രദേശങ്ങളിൽ മാത്രമല്ല, കഴിഞ്ഞൊരു ദിവസം രാത്രിയൊക്കെ 12 മണിക്ക് ഞങ്ങൾക്കൊരു കോൾ വന്നത് കോട്ടക്കലിൽ നിന്നൊരു ബസ് നിറയെ ആളുകൾ ഇവിടെ വന്നു എന്ന് പറയുന്നു. അങ്ങനെ തിരുവനന്തപുരം മുതൽ മംഗലാപുരവും കാസർഗോഡും തമിഴ്നാടും ഗൂഡല്ലൂരും അങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ആളുകൾ ഇവിടേക്ക് കുടുംബസമേതം ഫാമിലിയായിട്ട് വരുന്നു, അല്ലാതെ വരുന്നു. ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ആളുകളുണ്ട്. അവരൊക്കെ ഈ ക്യാമ്പ് സൈറ്റ് ഒന്ന് കാണാൻ വിസിറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്ന ആളുകളാണ് എനിക്ക് പിറകിലുള്ളത്. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ വിസിറ്റേഴ്സായിട്ട് ഇത് സന്ദർശിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോൾ പലവിധ കാഴ്ചകളുണ്ട്. എക്സ്പോയുണ്ട്, ഈ ക്യാമ്പ് സൈറ്റുണ്ട്, സമ്മേളന നഗരിയുണ്ട്, കുണിയ കോളേജുണ്ട്, ഈ ഒരു സമ്മേളനം നടക്കുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി അത് ആ അർത്ഥത്തിലാണ് നിലനിൽക്കുന്നത്.